നമസ്കാരം. സുഭാഷിതം. വാത്മീകം മധുഹാരഞ്ച പൂർവപക്ഷേതു ചന്ദ്രമാഃ രാജദ്രവ്യഞ്ച ഭൈക്ഷഞ്ച സ്തോകസ്തോകേന വർദ്ധതേ. ഇവിടെ ഇതിൻ്റെ അർത്ഥം പറയുന്നത്, ചിതൽ കൂട്ടിയ പുറ്റും ഈച്ച കൂട്ടിയ തേനും വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനും ഭിക്ഷാർത്ഥവും രാജദ്രവ്യവും കുറേശ്ശെ കുറേശ്ശെ വർദ്ധിക്കുമെന്നറിയുക. അപ്പോൾ അല്പമായിട്ട് വർദ്ധിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ വർദ്ധിക്കുന്ന വിഷയങ്ങൾ. ചിതൽ കൂട്ടിയ പുറ്റ് ശരിയാണല്ലോ, നമ്മൾക്കറിയാം. ചിതൽ കൂട്ടിയ പുറ്റ് ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ മാസങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോഴാണ് വലിയൊരു ചിതൽ പുറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പറയുന്ന ഈച്ച കൂട്ടിയ തേന്. ഈച്ച പൂമ്പടിയിൽ നിന്നും തേനൊക്കെ ശേഖരിച്ച് അല്പാൽപമായി കൊണ്ടുവന്ന് കൂട്ടി വെക്കുമ്പോഴാണ്, കുറേ നാളുകൾ കഴിയുമ്പോഴാണ് ഒരു വൻ തേൻ ശേഖരം ഉണ്ടാവുന്നത്. വളരെയധികം നിറയെ തേനുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ താമസിച്ചു മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അല്പാൽപമായി കൊണ്ടുവന്ന് വെക്കുന്ന തേനാണ് നമുക്ക് ഒരു നിറയെ തേനായിട്ട് ലഭിക്കുന്നത്. പിന്നെ പറയുന്നത് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രൻ. ഇപ്പോൾ കർത്തവാവ് കഴിഞ്ഞു. കർത്തവാവ് അമാവാസി എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രൻ നമുക്കറിയാം ചെറിയ തേങ്ങാപ്പൂട് പോലെയുണ്ട്. അത് അല്പാൽപമായി നമുക്ക് കാണാമോ? ഇല്ല. എന്നാൽ കാണാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. എന്ന രീതിയിൽ വളരെ ചെറിയ തോതിൽ വലുതായിട്ടാണ് പൂർണ്ണചന്ദ്രനായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനും ഇതെല്ലാം കുറേശ്ശെയായിട്ട് കൂടി വരുന്നു, അങ്ങനെ പൂർണ്ണതയിലെത്തുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമായിട്ടാണ് ഓരോന്നിൻ്റെയും കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പറയുന്നത്. പിന്നെ ഭിക്ഷാർത്ഥം, ഭിക്ഷ കൊണ്ട് ലഭിക്കുന്ന ധനം. വളരെ വളരെ തുച്ഛമായിട്ടല്ലേ ഭിക്ഷ കിട്ടുള്ളൂ. അതുകൊണ്ട് ലഭിക്കുന്ന ധനം കൂട്ടി വെക്കുകയാണെങ്കിൽ വലിയ ഒരു ധനവാനായിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പറയുന്നത് രാജദ്രവ്യം. രാജാവിന് കിട്ടുന്ന രാജാവിൻ്റെ ദ്രവ്യങ്ങളൊക്കെ കുറേശ്ശെ വർദ്ധിക്കുന്നത്. കാരണം രാജാവിന് ആ രാജ്യത്തെ ചുങ്കം പിരിക്കണം. അതുപോലെ ഒത്തിരി വിഷയങ്ങളുണ്ടാവും രാജാവിനെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വളരെ തുച്ഛമായ രീതിയിലുള്ള സമ്പത്ത് കുറേശ്ശെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. നമസ്തേ.